അങ്ങ് ഡൽഹിയിൽ നിന്ന് അത്ര സുഖകരമല്ലാത്ത വാർത്തയാണ് പുറത്തു വരുന്നത്. മദ്യ കുംഭകോണത്തിന്റെ പേരിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്ക് അംഗീകാരം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം കോടതിയിൽ നിന്നുള്ള പരാമർശവും അതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളും അങ്ങനെയൊരു ആശങ്കയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2022 ഒക്ടോബറിൽ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുന്നതിനിടെ ഈ കേസിൽ മുഴുവൻ ആം ആദ്മി പാർട്ടിയും കുറ്റക്കാരാണോ എന്ന് സുപ്രീംകോടതി സർക്കാർ അഭിഭാഷകരോട് ചോദിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കാത്തത് എന്നും സുപ്രീംകോടതി ചോദ്യം ഉന്നയിച്ചു. അതിനുത്തരമായി ഉടൻ തന്നെ ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കാൻ ആലോചിക്കുന്നതായി ഇ.ഡി. പറയുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളെത്തുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനും അദ്ദേഹത്തിൻ്റെ ആം ആദ്മി പാർട്ടിക്കും ഏറ്റവും പ്രയാസകരമായ സമയം എത്തിയോ എന്ന ചോദ്യമാണ് ചർച്ചകളിൽ. ഇ.ഡി. അടുത്ത കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ചെയർമാനായ ആം ആദ്മി പാർട്ടി കേസിൽ പ്രതിയാണ്. ഇനി കോടതിയിൽ വാദം ഏത് രീതിയിലാണ് പോകുന്നതെന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കേസിൽ പ്രതിയായിരിക്കുന്നു. ഇ.ഡിയുടെ കുറ്റപത്രത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ 37ാം പ്രതിയാക്കിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത പ്രതിയായി, അതായത് 38ാം പ്രതിയായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയെയും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമായാണ് ഒരു രാഷ്ട്രീയ കക്ഷിയെ കുറ്റപത്രത്തിൽ പ്രതിയായി ഉൾപ്പെടുത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 12 വർഷം മുൻപ് അഴിമതിക്കെതിരായി പിറവിയെടുത്ത പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി. ഈ ആം ആദ്മി പാർട്ടിയാണ് കുറ്റപത്രത്തിൽ പേരുള്ള രാജ്യത്തെ ആദ്യത്തെ പാർട്ടിയായി മാറിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മദ്യ കുംഭകോണത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ്. എങ്ങനെയായിരിക്കും പാർട്ടി ശിക്ഷിക്കപ്പെടുന്നത്? അത് അറിയുന്നതിന് മുൻപ് എന്തിനാണ് ഇ.ഡി. ആം ആദ്മി പാർട്ടിയെ കുറ്റപത്രത്തിൽ പ്രതിയാക്കി ചേർത്തതെന്നും കെജ്രിവാളിൻ്റെ പാർട്ടിയെ കുറ്റപത്രത്തിൽ പ്രതിയാക്കുമ്പോൾ എന്താണ് പറഞ്ഞതെന്നും അറിയേണ്ടത് പ്രധാനമാണ്. മദ്യ കുംഭകോണത്തിലൂടെ 100 കോടി രൂപ ലാഭം കൈപ്പറ്റിയെന്നാണ് ഇ.ഡി. പറയുന്നത്. അതിൽ 45 കോടി രൂപ ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഉപയോഗിച്ചതായി ഇ.ഡി. പറയുന്നു. അതായത് കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം പാർട്ടി മുതലെടുത്തെന്നും പാർട്ടിയുടെ ഓരോ തീരുമാനത്തിനും കാരണം കൺവീനർ അരവിന്ദ് കെജ്രിവാളാണെന്നും ഇ.ഡി. കുറ്റപത്രത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും ഇ.ഡിയുടെ കുറ്റപത്രത്തിൽ പ്രതികളാണ്. മദ്യ കുംഭകോണത്തിലൂടെ പണം ലഭിച്ചു എങ്കിൽ ആ പണം എവിടേക്ക് പോയെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ആരോപണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ഇ.ഡി. കുറ്റപത്രത്തിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 45 കോടി രൂപ ഹവാല ഇടപാട് വഴി ഗോവയിലേക്ക് അയച്ചതായാണ് ഇ.ഡി. പറയുന്നത്. ഈ കേസിൽ പ്രതിയായ വിനോദ് ചൗഹാന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഹവാല നോട്ട് നമ്പറുകളുടെ നിരവധി സ്ക്രീൻഷോട്ടുകൾ കണ്ടെടുത്തതായി ഇ.ഡി. അവകാശപ്പെട്ടിട്ടുണ്ട്. ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ട് വിനോദ് ചൗഹാനും അഭിഷേക് പിള്ളയും തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇ.ഡി. കണ്ടെത്തി. കൂടാതെ പ്രതികളായ വിനോദ് ചൗഹാനും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് ഇ.ഡി. പറയുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനൊപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പ്രതിയായി മാറിയിരിക്കുന്നത്. ജൂലൈ 12-ന് ഹാജരാകാനാണ് ഇവരോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇ.ഡിയുടെ ഈ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കി മദ്യ കുംഭകോണത്തിൽ കൂടുതൽ വാദം കേൾക്കാനാണ് കോടതി തീരുമാനം. നിരവധി ആരോപണങ്ങളാണ് കുറ്റപത്രത്തിൽ ഇ.ഡി. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. 37ാം പ്രതിയായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉത്തരം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയോ തെറ്റായ വാദങ്ങൾ നിരത്തുകയോ ചെയ്തു എന്നാണ് കുറ്റപത്രത്തിൽ ഇ.ഡി. അവകാശപ്പെടുന്നത്. കുറ്റാരോപിതനായ വിജയ് നായരുമായി കാര്യങ്ങൾ സംസാരിക്കാറുണ്ടോ എന്ന് ഇ.ഡി. അരവിന്ദ് കെജ്രിവാളിനോട് ചോദിച്ചപ്പോൾ ഇല്ല, താൻ അതിഷിയോടും സൗരവ് ഭരദ്വാജിനോടും സംസാരിക്കാറുണ്ടെന്നാണ് കെജ്രിവാൾ പറഞ്ഞത്. വിജയ് നായരുമായി തനിക്ക് പരിമിതമായ ബന്ധമേയുള്ളൂവെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നതായി ഇ.ഡി. ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൽ വിജയ് നായർ ജോലി ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കെജ്രിവാൾ അത് നിഷേധിക്കുകയും അറിയില്ല എന്ന് പറയുകയും ചെയ്തുവെന്ന് ഇ.ഡിയുടെ കുറ്റപത്രത്തിൽ പറയുന്നു. വിജയ് നായർ ഒരു ചെറിയ വ്യക്തിയല്ലെന്നും ആം ആദ്മി പാർട്ടിയുടെ മീഡിയ സെല്ലിൻ്റെ തലവനായിരുന്നുവെന്നും ഇ.ഡി. ഉദ്യോഗസ്ഥർ കെജ്രിവാളിനോട് പറഞ്ഞതായി ഇ.ഡി. വ്യക്തമാക്കുന്നു. കെജ്രിവാളും വിജയ് നായരും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ഇ.ഡി. ഉദ്യോഗസ്ഥർ കാണിച്ചപ്പോൾ കെജ്രിവാൾ പ്രതികരിച്ചില്ലെന്നാണ് ഇ.ഡി. പറയുന്നത്. മാത്രമല്ല ഇ.ഡി. ആവശ്യപ്പെട്ടിട്ടും അരവിന്ദ് കെജ്രിവാൾ തൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നും പറയപ്പെടുന്നു. ഹവാല വഴി ഗോവയിലേക്ക് അയച്ച 45 കോടിയുടെ ഡിജിറ്റൽ തെളിവുകൾ അരവിന്ദ് കെജ്രിവാളിനെ കാണിക്കുകയും അവിടെ പ്രചരണ സംഘത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ചൻപ്രീത് സിംഗിന് ലഭിച്ച 45 കോടിയെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉത്തരം നൽകാൻ വിസമ്മതിച്ചതായി ഇ.ഡി. കുറ്റപത്രത്തിൽ പറയുന്നു. ഇത്തരത്തിൽ കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഒരു വൃത്തത്തിനുള്ളിൽ പൂട്ടുന്ന രീതിയിലുള്ള കുറ്റപത്രമാണ് ഇ.ഡി. സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിൻ്റെ വാദം ആരംഭിക്കുന്നതോടെ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി കേസിൽ പ്രതിയാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോടതി കുറ്റപത്രം ശരിവച്ചാൽ ഉറപ്പായും പാർട്ടിയുടെ ഭാവി അതോടുകൂടി അവസാനിക്കും.
വെറും 12 വർഷം മാത്രം പ്രായമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അതും അഴിമതിക്കെതിരെ ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി, അഴിമതി നടത്തി എന്ന കുറ്റച്ചാർത്ത് മൂലം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിവിശേഷമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്.